ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ, ഒരു സാഡ് വീഡിയോ പറഞ്ഞ ഇന്നത്തെ വീഡിയോ ഏട്ടൻ പോണ വീഡിയോ കേട്ടോ. ഏട്ടൻ പോകാനായി ലീവ് കഴിഞ്ഞു. 10-28 ദിവസം എങ്ങനെ പോയെന്നൊന്നും അറിഞ്ഞില്ല. ചടീ പറഞ്ഞിട്ട് പോയ പോലെ കേട്ടോ. അതുകൊണ്ട് ലീവ് കഴിഞ്ഞു ഇന്ന് പോവുകയാണ്. വൈകിട്ടാണ് ട്രെയിന്. 6:30 ഒറ്റപ്പാലത്ത് നിന്ന് കേട്ടോ ട്രെയിന്. കേരളയ്ക്കാണ് ഏട്ടൻ പോണത്. ഇനിയിപ്പോൾ 2 ദിവസം ട്രെയിനിൽ, അത് കഴിഞ്ഞ് 26-ാം തീയതി ഏട്ടനും ജോയിൻ ചെയ്യേണ്ട ഡേറ്റ്. അങ്ങനെ ഏട്ടൻ ഒന്ന് പുറത്ത് പോയിരിക്കുന്നു. ഏട്ടൻ മുടിയെല്ലാം വെട്ടി അമ്പലത്തിലെല്ലാം പോയിട്ട് വരാൻ കൊണ്ട് അങ്ങനെ പുറത്ത് പോയിരിക്കുന്നു. പാക്ക് ചെയ്ത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഒരുവിധം എല്ലാം കഴിഞ്ഞു. ഒന്നുമില്ല പാക്ക് ചെയ്യാൻ, കുറച്ച് ഡ്രസ്സ് മാത്രമേ ഏട്ടനെ ഉണ്ടായിരുന്നുള്ളൂ, അതെല്ലാം കഴിഞ്ഞു. ഫുഡ് ആക്കി കൊടുത്തു വരണം. ഇനി ഫുഡിൻ്റെ പരിപാടി നോക്കണം. ഫുഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ. ഏട്ടൻ പോണതിൻ്റെ കുറച്ച് ചെറിയൊരു വീഡിയോ. ഇനിയിപ്പോൾ അടുത്ത ലീവ് 3-4 മാസമൊക്കെ ആവും വരാൻ വേണ്ടിയിട്ട്. അതുവരെ ഇനി കാത്തിരിക്കാം. അങ്ങനെ ഏട്ടൻ കാറും ബൈക്കും സ്കൂട്ടി ഏട്ടൻ്റെ വണ്ടികളെല്ലാം സകലമാനം എടുത്ത് കഴുകി, എല്ലാ വണ്ടിയും കഴുകി ക്ലീനാക്കി വെക്കട്ടെ. ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഏട്ടൻ വന്നിട്ട് ഇതൊക്കെ എടുക്കും. അപ്പോൾ പൊടി പിടിച്ച് കിടക്കും. ഇതൊക്കെ സ്റ്റാർട്ടാക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ സ്റ്റാർട്ടാക്കും, അത്ര തന്നെ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. അപ്പോൾ എല്ലാ വണ്ടിയും കഴുകി വൃത്തിയാക്കി വയ്ക്കുകയാണ് അടുത്ത ലീവിന് വേണ്ടിയിട്ട്. എഞ്ചോട്ടാ പാക്ക് ചെയ്ത് കഴിഞ്ഞാ ലഗേജ് ഒന്നും ഇല്ലല്ലോ, ആകെ കുറച്ചല്ലേ ഉള്ളൂ. ട്രോളി എടുക്കണില്ല, ബാഗ് മാത്രമേ ഉള്ളൂ. അല്ല, വെറുതെ ചുമ്മാ ഇനി വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരാൻ. ഓക്കെ, സ്നാക്സ് ഇപ്പൊ തന്നെ വയ്ക്കുക. കുറച്ച് സ്നാക്സ്, എന്തൊക്കെ ചിപ്സ്, മിക്സർ, ഹൽവ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ചു. പിന്നെ വെളിച്ചെണ്ണ. അത് സീൽ ചെയ്യണോ? പൊട്ടൂല്ലല്ലോ, ട്രെയിനിലല്ലേ, അതുകൊണ്ട് പൊട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഓൾറെഡി സീൽ ഉണ്ടല്ലോ അല്ലേ അതില്. ഓക്കെ, ഇനി എന്താ കഴിഞ്ഞില്ലേ? തന്നെ ഉള്ളൂ. ഷൂ പിന്നെ ഇട്ടിട്ടും. ഓക്കെ, അങ്ങനെ പാക്കിങ് കഴിഞ്ഞു. ആകെ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ, ഇനി വേറെ ഒന്നുമില്ല പാക്ക് ചെയ്യാനായിട്ട്. സങ്കടമുണ്ട്, അറിയില്ല. സങ്കടമുണ്ട്, കരിയില്ല. അമ്മ ചാച്ചട്ടെ, അച്ഛ ചാച്ചണ്ടി, ആര് ചാച്ചണ്ടി? ശരി, എടുത്തിട്ട് പോയിക്കോട്ടെ. സമയങ്ങളല്ലേ, വേഗം പോ ഉറക്ക്. 12 മണിയാണ്. ഇത് ചാച്ചങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്. ഇത് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. ഉറങ്ങിയ നിത്തു. അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി കേട്ടോ. 3 പൊതിയാക്കി, 2 ലെമൺ റൈസും 1 ടൊമാറ്റോ റൈസും. ടൊമാറ്റോ ഇന്ന് രാത്രി കഴിക്കാനാണ്, ബാക്കി 2 നാളേക്ക് കഴിക്കാനാണ്. താടി കണ്ട് മുള്ള మామకున్నంత പേടിയില്ല, ഇനി പേടിയില്ല. അന്ന് ഒരുമ്പതാ ലവ് യു. അങ്ങനെ 4:45 സമയം. ഇപ്പം ഇനി ഏട്ടന് റെഡിയാവാൻ സമയമായി. റെഡിയാവുന്ന കണ്ട നിത്തു ഒരേ കരച്ചിലായിരിക്കും. അപ്പം നിത്തുവിനെ മാറ്റണം. അബി വന്നിട്ട് അവളെ മാറ്റും. അവളെ പാടത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അങ്ങനെ
അവളെ മാറ്റിയാലാണ് ഏട്ടന് റെഡി ആയിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവൾ ഫുൾ കരയും, പിന്നെ ആകെ സീനാവും, ഏട്ടനും കരയാൻ നിൽക്കും. അപ്പോൾ അവളെ അങ്ങനെ മാറ്റി ഏട്ടൻ റെഡി ആയി കേട്ടോ. ഞങ്ങൾ 5 മണി കഴിഞ്ഞതും ഇറങ്ങണം. അപ്പോൾ ഏട്ടൻ വേഗം റെഡി ആവുകയാണ്. ഇനിയിപ്പോൾ അവൾ പാടത്ത് പോയി തിരിച്ച് വരുമ്പോഴേക്ക് റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടനെ കാണുമല്ലോ. അപ്പോൾ വേഗം റെഡി ആയിട്ട് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഏട്ടനെ കൊണ്ടുവിടും കേട്ടോ. പത്തിരിപ്പാല കൊണ്ടുവിടാൻ പറഞ്ഞിട്ടാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഏട്ടൻ വരണ്ട പറഞ്ഞു. നിധിയും ചെറുതല്ല. അപ്പോൾ പിന്നെ ഞാൻ വരുമ്പോഴേക്കും പിന്നെ അവൾ തെളിഞ്ഞ് കരയാനൊക്കെ തുടങ്ങും. ഇവിടെ നിന്ന് എനിക്ക് പോയി വരാൻ തന്നെ 1 മണിക്കൂർ മേലെ എടുക്കും. അപ്പോൾ ഏട്ടൻ എന്നെ പത്തിരിപ്പാലയിൽ നിന്ന് ബസ് കയറ്റി വിട്ടാൽ മതി പറഞ്ഞിട്ട് ഓക്കെ ഞാൻ പത്തിരിപ്പാല വരെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ ഏട്ടനും കൂടി സ്കൂട്ടിയിൽ അങ്ങനെ പോവുകയാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്ന് ആകെ 3-4 കിലോമീറ്റർ ഉള്ളൂ പത്തിരിപ്പാലയ്ക്ക്. കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏട്ടനെ കാണാൻ 4 മാസമൊക്കെ ആവും. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോരോ വർത്താനമൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നു. പോകണമെന്നില്ല, സമയവും പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം തന്നെ സമയമായിട്ട് 5-5:15 ആയി. ഒരു 5:30 ബസ് കയറിയാലാണ് നമുക്ക് ഒറ്റപ്പാലം പെട്ടെന്ന് എത്തണം. എങ്ങാനും ബ്ലോക്കാവും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണിയായില്ലേ. പിന്നെ ട്രെയിൻ മിസ്സാവും. കറക്റ്റ് സമയത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ ഇനിയിപ്പോൾ അടുത്ത ലീവിന് വരുന്നതിനെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. ഞാൻ അടുത്ത ലീവ് നവംബർ ലാസ്റ്റിന് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ വരാനേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ 2-3 മാസത്തിന് ഏട്ടന് ലീവ് അവിടെ നിർത്തി വയ്ക്കും. അപ്പോൾ പിന്നെ വരാൻ പറ്റില്ല. ഇനി 1 മാസം കൂടി ഉണ്ട് ലീവ്. അപ്പോൾ നവംബറിൽ ലീവിന് വരാം എന്ന് പറഞ്ഞ ഏട്ടൻ എന്നെ ആശ്വസിപ്പിച്ച് അങ്ങനെ ബസ് വന്ന് ഏട്ടൻ പോയി. തിരിച്ച് ഞാൻ വീടെത്തിയിട്ടോ. വീടാകെ ഉറങ്ങിയ വരെ ഏട്ടൻ പോയപ്പോൾ ആകെ വീടാകെ സൈലൻ്റായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.